Hi all, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർക്കിൻസൺസ് ഡിസീസ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് പാർക്കിൻസൺസ് ഡിസീസ്? നമുക്ക് എല്ലാവർക്കും അറിയാം പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡി മൂവ്മെന്റ്സിനാണ്, മെയിൻലി മസിൽ മൂവ്മെന്റ്സിനെയാണ് മെയിൻലി പാർക്കിൻസൺസ് ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there will be progressive degeneration of dopaminergic neurons. അപ്പോൾ നമ്മുടെ dopaminergic neuronsന്റെ degeneration ഉണ്ടായിരിക്കും. അത് ഒരു സ്പെസിഫിക് ഏരിയ ഉണ്ട് നമ്മുടെ ബ്രെയിനിലുള്ള ബേസൽ ഗാംഗ്ലിയയിലുള്ള സബ്സ്റ്റാൻഷ്യ നൈഗ്ര റീജിയനിലുള്ള ഡോപ്പമിനർജിക് ന്യൂറോൺസിന്റെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡീജനറേഷൻ കൊണ്ടാണ് ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് എല്ലാം തന്നെ ന്യൂറോൺസിന്റെ ഡീജനറേഷൻ കൊണ്ടിട്ട് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അപ്പൊ അതിൽ പാർക്കിൻസൺസ് എന്ന് പറയുമ്പോൾ മെയിൻലി സബ്സ്റ്റാൻഷ്യ നൈഗ്ര റീജിയനിലുള്ള ഡോപ്പമിനർജിക് ന്യൂറോൺസിന്റെ ഡീജനറേഷൻ കൊണ്ടുണ്ടാവുന്നതാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഓക്കെ, സോ എന്തൊക്കെയായിരിക്കും ഇതുകൊണ്ടുണ്ടാവുന്ന സിംറ്റംസ് വരുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അഫക്ട് ബോഡി മൂവ്മെന്റ്സ്, ദാറ്റ് ഇസ് മസിൽ മൂവ്മെന്റ്സിനെയാണ് മെയിൻലി പാർക്കിൻസൺസ് ഡിസീസ് അഫക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ മെയിൻ സിംറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് റെസ്റ്റിംഗ് ട്രെമേഴ്സ്, അതായത് നമ്മൾ ഈവൻ റെസ്റ്റ് എടുക്കുന്ന ടൈമിലാണെങ്കിൽ പോലും നമ്മുടെ ഇപ്പൊ കയ്യിലൊക്കെ ഉള്ള മസിൽസ് ഒരു ഷിവറിങ് പോലെ അല്ലെങ്കിൽ ഒരു എന്താണ് ഷേക്കിംഗ് ആയിരിക്കും, ഷേക്ക് ചെയ്യും, നമ്മുടെ കൈകളും കാലുകളും ഒക്കെ ഷേക്ക് ചെയ്യും, നമ്മൾ ഒരു മൊത്തത്തിൽ ഒരു വിറവൽ പോലെയൊക്കെ ഫീൽ ചെയ്യും. അതാണ് റെസ്റ്റിംഗ് ട്രെമേഴ്സ്. നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു ബോഡി ഷേക്കിംഗ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് ട്രെമേഴ്സ് എന്ന് പറയുന്നത്. അത് കൂടാതെ മസിൽസ് ഒക്കെ കുറച്ചുകൂടെ സ്റ്റിഫ് ആയിരിക്കും, മസിൽ സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും. അതുപോലെ ബ്രാഡികൈനേസിയ മീൻസ് സ്ലോനെസ് ഓഫ് മൂവ്മെന്റ്. അത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഭയങ്കര നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും നമുക്കത് ചെയ്യണമെന്നുള്ളത്, പക്ഷെ നമ്മുടെ ബോഡി മസിൽസ് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ പതുക്കെ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈവൻ ഒരു സിമ്പിൾ കാര്യമാണെങ്കിൽ പോലും, ഇപ്പൊ ഒരു പെൻ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് വളരെ സ്ലോ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ബ്രാഡികൈനേസിയ എന്ന് പറയുന്നത്. അത് കൂടാതെ ബാലൻസ് ആൻഡ് പോസ്റ്റർ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നോർമൽ ഒരു ഹ്യൂമന്റെ നോർമൽ ഒരു ബോഡി പോസ്റ്റർ ആയിരിക്കില്ല പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള ഒരാൾക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമ്മൾ നടക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു പോസ്റ്റർ ഇംബാലൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇത്രയാണ് പാർക്കിൻസൺസ് ഡിസീസിലെ മെയിൻ സിംറ്റംസ് വരുന്നത്. ഓക്കെ, ഇനി ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. പാർക്കിൻസൺസ് ഡിസീസ് തന്നെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. അതിൽ സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മൈൽഡ് ആയിരിക്കും. അത് വൺ സൈഡഡ് സിംറ്റം ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ മാത്രമേ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കത്തുള്ളൂ, ഒരു സിംഗിൾ സൈഡിൽ മാത്രമേ നമുക്ക് മൂവ്മെന്റ്സിന് പ്രശ്നം ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമെങ്കിലോ മൈൽഡ് തന്നെയാണ്, രണ്ട് സൈഡിനെ അഫക്ട് ചെയ്യും, ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ തേർഡ് സ്റ്റേജ് വരുമ്പോഴോ ബാലൻസ് ഇഷ്യൂ, മെയിൻലി നമ്മുടെ ബാലൻസ് ഇഷ്യൂസ് തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ് ആകുമ്പോഴോ ഫോർത്ത് സ്റ്റേജിൽ സിവിയർ സിംറ്റംസ് ആയിരിക്കും. സിവിയർ സിംറ്റംസ് ഉണ്ട്, പക്ഷെ എങ്കിലും നമുക്ക് നടക്കാൻ പറ്റും, നടക്കുന്നതിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല, എങ്കിലും നമുക്ക് ബാക്കിയുള്ള സിംറ്റംസ് സിവിയർ ആയിട്ട് ഉണ്ടായിരിക്കും. ദെൻ ഫിഫ്ത്ത് സ്റ്റേജ് വരുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ടോട്ടലി നമുക്ക് വീൽ ചെയറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണ് സ്റ്റേജ് 5 വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പാർക്കിൻസൺസ് ഡിസീസ്. സോ ഇനി എന്തൊക്കെയാണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് ഇത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ ഒരു പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് മെയിൻലി കാണപ്പെടുന്നത് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. അതായത് 65+ ഏജ് ഉള്ള ആളുകളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഇത് 1 in 1000, 1000-ൽ ഒരാൾക്കാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ അതിന്റെ വൺ ഓഫ് ദി റീസൺസ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഏജ് ആണ്. ഓക്കെ, പ്രായം കൂടുന്നതനുസരിച്ചാണ്. അതുപോലെ ജനറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മുടെ പേരൻസിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ എക്സ്പോഷർ ടു എൻവയോൺമെന്റൽ ടോക്സിൻസുമായിട്ട് എക്സ്പോഷർ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പമിനർജിക് ന്യൂറോൺസിന്റെ ഡീഗ്രഡേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടാതെ ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്. ഓക്കെ, ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ ലൈക്ക് ഹാലോപെരിഡോൾ, ക്ലോർപ്രാമസിൻ പോലുള്ള ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ എടുക്കുമ്പോൾ അത് ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോപ്പമിൻ D2 റിസപ്റ്ററിനെ ഇത് ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡ്രഗ്സ് കഴിക്കുമ്പോൾ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ,
So these are the risk factors. So mainly advanced age, genetic ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സും ഇതിനെ അഫക്റ്റ് ഡ്രഗ്സ് കഴിക്കുന്നത് വഴിയും പാർക്കിൻസോൺസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള ന്യൂറോൺസിൽ ഡീജനറേഷൻ കൊണ്ടാണ് പാർക്കിൻസോൺസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിൽ 2 റീജിയൻ ആണ് മെയിൻലി ഉള്ളത്. ബേസൽ ഗാംഗ്ലിയയിൽ there are 2 regions. The first one is substantia nigra and the second region is, രണ്ടാമത്തെ region ഏതാണ്, neostriatum. Okay, so basal ganglia 2 regions ആണുള്ളത്, substantia nigra, neostriatum. So ഈ substantia nigra ഒരുപാട് dopaminergic neurons ഉണ്ട്. അപ്പോൾ ഈ dopaminergic neurons സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? dopaminergic neurons ഇനീഷ്യേറ്റ് ചെയ്യുന്നത് substantia nigra എന്നാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അത് എവിടേക്കാണ് എത്തുന്നത്? ടെർമിനേറ്റ് ചെയ്യുന്നത് നിയോസ്ട്രൈറ്റത്തിലാണ്. അപ്പം ഈ ന്യൂറോൺ ഡോപ്പമിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ന്യൂറോൺ, ഡോപ്പമിനർജിക് ന്യൂറോൺ, സബ്സ്റ്റാൻഷ്യ നൈഗ്രയിൽ നിന്നും ഡോപ്പമിൻ മെയിൻലി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലെ. ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ നിയോസ്ട്രൈറ്റത്തിൽ എത്തിക്കും. ഓക്കെ, അപ്പൊ ഈ നിയോസ്ട്രൈറ്റത്തിൽ എത്തുന്ന ഈ ഡോപ്പമിൻ, ഇവിടെ കോളിനർജിക് ന്യൂറോൺ ഉണ്ട്. ഓക്കെ, കോളിനർജിക് ന്യൂറോൺ നമുക്കറിയാലോ മെയിൻലി അസറ്റൈൽ കോളൈൻ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കോളിനർജിക് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എക്സൈറ്റേറ്ററി ന്യൂറോൺ ആണ്. അപ്പൊ ഈ ഡോപ്പമിൻ ഈ നിയോസ്ട്രൈറ്റത്തിൽ എത്തുന്ന, ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിൽ നിന്ന് നിയോസ്ട്രൈറ്റത്തിൽ എത്തുന്ന ഡോപ്പമിൻ ഈ എക്സൈറ്റേറ്ററി ന്യൂറോണിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പം ഡോപ്പമിൻ ഒരു കൺട്രോൾ ഉണ്ട്, ഈ എക്സൈറ്റേറ്ററി ന്യൂറോണിൽ ഒരു കൺട്രോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ അസറ്റൈൽ കോളിൻ, ഈ കോളിനർജിക് ന്യൂറോൺസ് ആണ് നമ്മുടെ ബോഡിയിലുള്ള മോട്ടോർ കൺട്രോൾ ഉള്ളത്. മോട്ടോർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കോളിനർജിക് ന്യൂറോൺസ് ആണ്. ഓക്കെ, സോ അപ്പം ഈ ഡോപ്പമിന് മൊത്തത്തിൽ ഒരു കൺട്രോൾ ഉണ്ട് ഈ കോളിനർജിക് ന്യൂറോൺസിൽ. ഇനി നിയോസ്ട്രൈറ്റത്തിൽ നിന്ന് മറ്റൊരു ന്യൂറോൺ എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലേക്ക് വരുന്നുണ്ട്. സോ അതാണ് ഗാബ. ഓക്കെ, ഗാബ നമുക്കറിയാലോ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പം ഡോപ്പയും അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ആക്ഷൻ ആണ് ഇവിടെ അസറ്റൈൽ കോളൈനിൽ കൊടുക്കുന്നത്, കോളിനർജിക് ന്യൂറോൺസിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ നിയോസ്ട്രൈറ്റത്തിൽ നിന്ന് വരുന്ന ന്യൂറോൺ എവിടേക്ക് വരും? സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലേക്ക്. എന്തിനെ റിലീസ് ചെയ്യും? ഗാബ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ ഒരു 2 റീജിയൻ ഒരു മ്യൂച്വൽ ഇൻഹിബിറ്ററി പാത്വേ ആണ്. ഈ ഡോപ്പമിൻ ന്യൂറോൺസും ഗാബ ന്യൂറോൺസും ഒരു മ്യൂച്വൽ ഇൻഹിബിറ്ററി എഫക്ട്സ് ആണ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള ഡോപ്പമിനർജിക് ന്യൂറോൺസിൽ ഡീഗ്രഡേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നിയോസ്ട്രൈറ്റത്തിലേക്ക് ഡോപ്പമിൻ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിയോസ്ട്രൈറ്റത്തിലേക്ക് റിലീസ് ചെയ്യുന്ന ഡോപ്പമിന്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഡോപ്പമിൻ കുറയുമ്പം ഈ അസറ്റൈൽ കോളൈൻ അതുപോലെ ഈ ഒരു കോളിനർജിക് ന്യൂറോൺസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഈ കോളിനർജിക് ന്യൂറോൺസിലുള്ള കൺട്രോൾ നഷ്ടപ്പെടും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഒരു കോളിനർജിക് ന്യൂറോൺ ഓവറായിട്ട് എക്സൈറ്റ് ആവും, ദെൻ ഓവറായിട്ട് അസറ്റൈൽ കോളിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അസറ്റൈൽ കോളൈൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഓവറായിട്ട് അസറ്റൈൽ കോളൈൻ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഡോപ്പമിൻ റിലീസ് ആവുന്നില്ല. ഡോപ്പമിൻ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? ഓവറായിട്ട് അസറ്റൈൽ കോളിൻ്റെ ആക്ഷൻസ് കൂടുമ്പം എന്താണ്? മോട്ടർ ആക്ടിവിറ്റിയിലുള്ള കൺട്രോള് നഷ്ടപ്പെടും. മോട്ടോർ കൺട്രോൾ നമുക്ക് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും. സോ അങ്ങനെയാണ് നമ്മുടെ മൂവ്മെന്റ്സിൽ ഉണ്ടാവുന്ന റിജിഡിറ്റി, ബ്രാഡികൈനേസിയ, അതുപോലെ ട്രെമേഴ്സ്, അതുപോലുള്ള സിംറ്റംസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് ഒരു പാർക്കിൻസൺസ് ഡിസീസിന്റെ മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കറിയാം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡോപ്പമിന്റെ ലെവൽ കുറയാണ് ചെയ്യുന്നത് അല്ലെ. ഡോപ്പമിൻ ലെവല് കുറയുന്നു. അതുപോലെ അസറ്റൈൽ കോളൈന്റെ ഓവർ ആക്ടിവിറ്റി ആണ് ഇവിടെ മെയിൻ കാരണം. അപ്പം ഇവിടെ ഒരു ഇംബാലൻസ് ആണുള്ളത്. അസറ്റൈൽ കോളിന്റെയും ഡോപ്പമിന്റെ ഒരു ഇംബാലൻസ് ആണുള്ളത്. അപ്പൊ നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോൾ അതിന്റെ തെറാപ്യൂട്ടിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഡോപ്പമിൻ കുറവാണ് നമ്മുടെ ഡിസീസിലുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഡോപ്പമിന്റെ ലെവലിനെ കൂട്ടണം. അപ്പൊ ഡോപ്പമിനെ എൻഹാൻസ് ചെയ്യുന്ന ഡ്രഗ്സ് കൊടുക്കണം. അതുപോലെ അസറ്റൈൽ കോളൈൻ ആ ഒരു ഡിസീസിൽ കൂടിയാണ് നിൽക്കുന്നത്. അപ്പൊ അസറ്റൈൽ കോളൈനെ നമുക്ക് എങ്ങനെയും കുറയ്ക്കണം അല്ലെ. സോ അപ്പൊ അസറ്റൈൽ കോളിന്റെ ആക്ടിവിറ്റിനെ ആന്റഗണൈസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റിൽ മെയിൻലി
ഡോപ്പമിനർജിക് മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് ലൈക്ക് ലിവോഡോപ്പ ഡോപ്പമിന്റെ പ്രീക്വസർ ആണ്. അപ്പോൾ ഡോപ്പമിനർജിക് മെഡിക്കേഷൻസ് വേറെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ കാര്യം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഫോർ ദ ടൈം ബീങ് നമുക്ക് എന്തൊക്കെയാണ് ഡോപ്പമിനർജിക് മെഡിക്കേഷൻസ്, ഡോപ്പമിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടി ഡോപ്പമിനർജിക് മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ കോളിനർജിക് ആക്ഷൻസിനെ ആന്റഗണൈസ് ചെയ്യുന്ന ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അത് കൂടാതെ കോംപ്ലിമെന്ററി തെറാപ്പീസ് ലൈക്ക് നമ്മുടെ മസിൽ മൂവ്മെന്റ്സ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പി നമ്മൾ പാർക്കിൻസൺസ് ഡിസീസിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ പാർക്കിൻസൺസ് ഡിസീസിൽ ഡിഫറെന്റ് സിംറ്റംസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കൂടാതെ നമുക്ക് മസിൽ റിലേറ്റഡ് സിംറ്റംസ് അല്ലാതെ ഇമോഷണൽ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് പാർക്കിൻസൺസ് ഉള്ള പേഷ്യൻസിൽ ആൻസൈറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, ഡിപ്രഷൻ, അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ അപ്പം പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ്സിൽ മാത്രമല്ല, അത് കൂടാതെ ഇമോഷണൽ സിംറ്റംസ് ലൈക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, സോ അപ്പം ഇത്രേ ഉള്ളൂ പാർക്കിൻസൺസ് ഡിസീസിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡ്രഗ്സിനെ പറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.